ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഞാൻ വിചാരിച്ച് വീട്ടിൽ സ്ട്രോബെറി ഉണ്ട്. ഇത് വാങ്ങിയിട്ട് 2-3 ദിവസമായി. അതുകൊണ്ട് നമുക്ക് ഇത് എന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് 2-3 കുറച്ച് ദിവസമായി. നമുക്കിതെടുത്തിട്ട് മിൽക്ക് ഷേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറീൻ്റെ ആ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ വെള്ളത്തിൽ കഴുകാൻ വെച്ചിട്ടതിൽ നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് അത് ഞാൻ വെറുതെ ഷോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ആ ചിരട്ടി കളയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച ആദ്യം നമുക്കിത് പീസ് ആക്കിയിട്ട് തന്നെ മിക്സറിലിടാമെന്ന്. അതുകൊണ്ട് നല്ല ഇതായിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് മിക്സിയിലേക്ക് ഇടാൻ പോവാന്ന്. ഞാൻ ആദ്യം വിചാരിച്ച് സ്ട്രോബെറീനെ കൊണ്ട് എന്ത് ഡിഷ് ആക്കുക, ഒരു വെറൈറ്റി ആക്കിയാലോ എന്ന് വെച്ചിട്ട് കുറേ ആലോചിച്ച് യൂട്യൂബിലൊക്കെ നോക്കി. അതിൽ കൂടുതലും ഫ്രോസൺ സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ്. അപ്പം ഞാൻ വെച്ച് മതി, ഇനി അവസാനം നമ്മൾ സ്ഥിരം എന്താ പറയുക ഐറ്റമായ മിൽക്ക് ഷേക്കിലേക്ക് തന്നെ സ്ട്രോബെറി മിൽക്ക് ഷേക്കിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഞാൻ. എന്നിട്ടിതാ ഗൈസ് കണ്ട, അത് ഞാൻ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസറിൽ നിന്ന് പാല് ഫ്രീസറിൻ്റെ തണുപ്പ് ഞാൻ കുറച്ച് നേരത്തെ കുറച്ചുകൊണ്ട് പാൽ അങ്ങനെ തന്നെ പെട്ടെന്ന് അതിലേക്ക് ഇടാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ നമ്മളെ ചപ്പാത്തിക്കോലൊക്കെ കൊണ്ട് ഇടിച്ചിടിച്ചിട്ട് പൊട്ടിക്കാറായിരുന്നു. എന്നിട്ട് ഇതാ കുറച്ച് ഹണിയും ചേർത്ത് കേട്ടോ. കാരണം പഞ്ചസാര ചേർക്കാറില്ല, അതുകൊണ്ട് ഹണി ചേർക്കാമെന്ന് വെച്ചു. ചെറിയൊരു മധുരം വേണമല്ലോ, ഇത്രയും പാല് ചേർത്താൽ. സ്ട്രോബെറി ചെറിയൊരു മധുരമുണ്ട്, എന്നാൽ ഇത്രയും പാല് ചേർത്താൽ മധുരം പോവല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹണി ചേർത്തു. ഇനി നമുക്ക് ആ മിക്സീനെ മൂടി ഒരു മര്യാദക്ക് ഇടാൻ പറ്റുന്നില്ല. എന്താകുമ്പോൾ പറ്റിയ പുതിയ മിക്സിയാണ്. ഇനി ഇതും കൂടി കംപ്ലൈൻ്റ് ആക്കി എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അല്ലെങ്കിൽ കടന്നു പോകുമെന്ന് പറയും. അത്രയുള്ളൂ. എന്നിട്ടിതാ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിക്കുന്നത്. എനിക്ക് ഈ മിക്സിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിങ്ങനെ നേരെ പിടിച്ച് വെക്കുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് അനങ്ങാണ്ട് എവിടെ വേണമെങ്കിൽ പോകാം. അത് വെച്ചിട്ട് അധികം പോകാൻ നിൽക്കണ്ട കേട്ടോ. പെട്ടെന്നായിരിക്കും അടപ്പൊക്കെ തെറിച്ചിട്ട് എല്ലാം പുറത്തേക്ക് വരിക. അടപ്പ് തെറിക്കുമ്പോൾ തന്നെ ഇതാ ഞാനിപ്പോൾ എടുത്ത ആ അടപ്പ് ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതേ തെറിക്കുമല്ലോ. മറ്റേത് ലോക്കായി ഇരിക്കുവാണല്ലോ. എന്നാലും ഇത് തെറിക്കൊന്നുമില്ല കേട്ടോ. നല്ല മിക്സിയാണ്, അറ്റം ബേഗിൻ്റെയാണ് ഈ മിക്സി കേട്ടോ. ഇത് നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇനിയിപ്പം നമുക്കിതാ നമ്മളെ ഷെയ്ക്കായി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത്, എന്നിട്ട് ഞാൻ കുറച്ച് ചിയ സീഡ് ഇട്ട് കൊടുത്ത് കേട്ടോ. ചിയ സീഡ് ഇട്ട് കൊടുത്ത്, കാരണം ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം അത് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ എന്നാ വെച്ചാൽ ഞാൻ ഡെക്കറേഷന് ഒരു സ്ട്രോബെറി മുറിച്ച് 2 ചെവി പോലെ, അതെൻ്റെ ഗ്ലാസിൻ്റെ ചെവി കേട്ടോ, 2 ചെവി പോലെ ഇട്ട് വെച്ചു. ഇത് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച പൈനാപ്പിളാണ്. ഞാൻ നല്ല കഷ്ടപ്പെട്ടു ഗൈസ് ആ പൈനാപ്പിൾ മുറിക്കാൻ.